പ്രണയമേ മറന്നു നിന്നിൽ ചേരും ഈശോയേ, ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ. കുറേ ആളുകൾ ചേർന്ന് യേശുവിൻ്റെ അടുത്തൊരു കംപ്ലൈൻറ്റുമായിട്ട് വരികയാണ്. കംപ്ലൈൻറ്റ് യേശുവിൻ്റെ ശിഷ്യന്മാർക്കെതിരായിട്ടാണ്. എന്തുകൊണ്ടാണ് അവർ ഉപവസിക്കാത്തത്? കമ്പയർ ചെയ്ത് സ്നാപയോഹനൻ്റെ ശിഷ്യന്മാരുമായിട്ടാണ്. അവർ കൃത്യമായിട്ട് ഉപവസിക്കുന്നുണ്ട്, അവർ പ്രാർത്ഥനയിലൊക്കെ വളരെ കൃത്യമാണ്. പക്ഷെ നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല, എന്തുകൊണ്ടാണ്? ഇത് ശിഷ്യന്മാർക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നതിനേക്കാളും യേശുവിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നതാണ് നല്ലത്. കാര്യം ഗുരുവിനെ കണ്ടാണല്ലോ ശിഷ്യന്മാർ പഠിക്കുന്നത്. അപ്പോൾ യേശുവിനെ കുറ്റപ്പെടുത്തണം, അതിനുവേണ്ടി ഇൻഡയറക്റ്റായിട്ട് ശിഷ്യന്മാരെ കുറ്റപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പക്ഷേ പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടുന്നത് ഉപവാസം ഇവർ പറയുന്ന പോലെയല്ല. അത് വർഷത്തിലൊരിക്കൽ പാവപരിഹാര ദിനത്തിൽ ഉപവസിക്കണമെന്നാണ് മോശ അവരെ പഠിപ്പിച്ചത്. പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഉപവസിക്കാമെന്ന് നെഹമ്യയുടെ പുസ്തകത്തിലും സഖറിയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഒക്കേഷണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടാണ് പഴയ നിയമത്തിൽ ജനങ്ങളെ പ്രവാചകർ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ഫരിസേയർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഈ പഴയ നിയമത്തിലെ നിയമങ്ങളെ കുറച്ചും കൂടെ റിജിഡാക്കി. എന്നിട്ട് ഫരിസേയർ പുതിയ നിയമത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും, എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും. ഇങ്ങനെ 2 ദിവസം ഉപവസിച്ചുകൊണ്ട് വലിയ നന്മയുള്ളവരാണ്, കുറച്ചും കൂടി സ്പിരിച്വാലിറ്റി ആഴമായി കാണുന്നവരാണ് എന്ന് മറ്റുള്ളവർ മുമ്പിൽ കാണിച്ചുകൊണ്ടിരുന്നവരാണ് ഈ ഫരിസേയർ. യേശു വളരെ കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുന്നു. മണവാളം കൂടെയുള്ളപ്പോൾ അവരൊന്നും ഉപവസിക്കേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി മാറ്റം വരികയാണ്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഫരിസേയർ റിജിഡായത്? പഴയ നിയമത്തിൻ്റെ ബാക്ക് പേജൊക്കെ എടുത്ത് നോക്കിയാൽ അതിനൊക്കെ വളരെ കൃത്യമാണ് കാര്യങ്ങളൊക്കെ. വർഷത്തിലൊരിക്കൽ മതി. അതൊക്കെ മോശ ദൈവത്താൽ പ്രചോദിതനായി പഠിപ്പിച്ച ചില കാര്യങ്ങളൊക്കെയാണ്. ഈ ഉപവാസം എന്നൊക്കെ പറയുന്നത് ഉപവസിക്കാൻ വേണ്ടിയാണ്. ആരുമായിട്ട്? ദൈവവുമായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ചേർന്നിരിക്കുക, അതിലൂടെ ജീവിതത്തെ കുറച്ചും കൂടി റിഫ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു സെൻസോട് കൂടിയാണ് ഈ ഉപവാസം പഴയ നിയമകാലം മുതലേ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവർ ആഴ്ചയിൽ 2 ദിവസം ഉപവസിച്ചിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ റിജിഡാക്കി. ഈ കോംപ്ലിക്കേറ്റഡ് ആക്കിയ സാധനങ്ങളെ കുറച്ചും കൂടെ മയപ്പെടുത്താനാണ് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ആരെങ്കിലുമൊക്കെ ഉപവസിക്കുന്നുണ്ടെങ്കിൽ ഈ റിഫ്ലക്ഷൻ ഒരിക്കലും ഉപവസിക്കരുത് എന്നൊരു പാഠം നൽകുന്നില്ല എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഉപവാസത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ടെങ്കിൽ ഉപവാസത്തെയൊക്കെ അങ്ങനെ ലഘുവായി കാണുന്നുണ്ട് എന്നൊരു ചിന്ത ഈ വാക്കുകൾക്കില്ല. പക്ഷെ ഒരു ചിന്തയുണ്ട്, സ്പിരിച്വാലിറ്റി കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് കാണണം. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കരുത്, കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ഇന്നത്തെ ഗോസ്പൽ നമുക്ക് നൽകുന്നൊരു സന്ദേശം. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഈ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കാൻ മറന്നു പോകുന്നത്? കുറച്ചുകൂടെ കാര്യങ്ങൾ സിമ്പിളായിരിക്കണമെന്നേ. ഗോസ്പലിൽ നമ്മൾ വായിക്കുന്നത് ഈ മനുഷ്യരൊക്കെ യേശുവിൻ്റെ അടുത്തെത്തിയത് വളരെ സിമ്പിളായിട്ടാണ്. ഒരു രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിയത് വളരെ സിമ്പിളായിട്ട് വന്ന് ആരും കാണാതെ ആ വസ്ത്രത്തിൻ്റെ അറ്റത്തൊക്കെ തൊട്ടിട്ട് അങ്ങനെ അവളെ ദൈവാനുഭവം നേടിയിട്ട് കടന്നുപോയി. ഒരു കിണറ്റിൻ്റെ വക്കിൽ ഒരു പെൺകുട്ടി നിൽക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങൾ നിൽക്കുന്ന അവസരത്തിൽ അവനുമായിട്ട് വെറുതെ ഒരു കോൺവെർസേഷൻ കഴിയുമ്പോൾ അവൾ പുതിയൊരു സന്തോഷത്തിലും പുതിയൊരു ആത്മീയതയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ ഏത് താളുകൾ മറിച്ച് നോക്കിയാലും സുവിശേഷം നമ്മൾ കാണുന്നത് സിമ്പിളായിട്ട് കർത്താവിനെ നേടിയെടുത്ത കുറേ മനുഷ്യരാണ്. നമ്മളൊക്കെ കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെ കർത്താവിനെ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വരിസയ മനോഭാവം നമ്മളിലൊക്കെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, അതുപോലെ ഇനി എല്ലാവരും ചെയ്യണം, അതിലൂടെ മാത്രമേ ദൈവത്തെ നേടാൻ പറ്റുകയുള്ളൂ എന്നൊരു ചിന്ത ഇതിനകത്തില്ല. മറിച്ച് ഈ കൂടെ ആയിരിക്കുന്ന ഒരാളെ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നിന്നുകൊണ്ട് അതിൽ നിന്നൊരു സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ടൈമാണിത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കുറച്ചുകൂടി കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പെടുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങാം. ആ ഇഷ്ടപ്പെടൽ വലിയ ത്യാഗവും വലിയ കഷ്ടപ്പാടൊന്നും ആവശ്യമില്ല. അതാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലൊക്കെ പഠിപ്പിച്ചത്. ഈ ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടും കല്ല് തലയണായിട്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതൊന്നും വേണ്ട. മറിച്ച് കുറച്ചും കൂടി ഹൃദയത്തിലുള്ള ശുദ്ധതയും കുറച്ചും കൂടി ഉദാശമുള്ള സ്നേഹവും തന്നെയാണ് ഒരാളെ ദൈവത്തിലേക്കും ദൈവാലയത്തോടും അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപവാസമൊന്നും കുറച്ച് കാണുന്നില്ല ഇവിടെ ആരും. പക്ഷെ ഉപവാസം ലക്ഷ്യം വയ്ക്കുന്ന ആ ഒരു ഉപവസിക്കാനുള്ളൊരു സ്നേഹം, കൂടെ ആയിരിക്കാനുള്ളൊരു മനോഭാവം, അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് ഇനി മുതൽ കഷ്ടപ്പെടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ, നവ്യഭോജ്യമായെന്നാവിൽ വാ പൊന്നീശോയേ, കുളിരേകും മഴ നീർ തുള്ളി
സ്വയമേ മറന്നു നിന്നിൽ ചേരും ഈശോയേ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ. ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ. നവ്യഭോജ്യമായ നാവിൽ വാ പൊന്നീശോയേ. ഇടയന്റെ സ്നേഹം നിറയും നിന്റെ മൊഴികൾ തൻ ശാന്തി അറിയും. ഇടയന്റെ സ്നേഹം നിറയും നിന്റെ മൊഴികൾ തൻ ശാന്തി അറിയും. നിൻ ചിറകിൻ്റെ കീഴിൽ കണ്ണു പൂട്ടി സ്വസ്ഥമായി ഞാൻ മയങ്ങും ഈശോയേ. കുളിരേകും മഴനീർത്തുള്ളി മണ്ണിൽ ചേരുമ്പോൾ നിറമേകും മഴവിൽ പൊടിവാനിൽ ചേരുമ്പോൾ സ്വയമേ മറന്നു നിന്നിൽ ചേരും ഈശോയേ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ. ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ. നവ്യഭോജ്യമായ നാവിൽ വാ പൊന്നീശോയേ. നിറയുന്ന സ്നേഹം പകരും നീ എന്നുള്ളിൽ വാഴാൻ ഞാനും കൊതിക്കും. നിറയുന്ന സ്നേഹം പകരും നീ എന്നുള്ളിൽ വാഴാൻ ഞാനും കൊതിക്കും. എൻ മനസ്സിൻ്റെ വാതിൽ നിനക്കായി മാത്രമെന്നും തുറക്കും ഈശോയേ. കുളിരേകും മഴനീർത്തുള്ളി മണ്ണിൽ ചേരുമ്പോൾ നിറമേകും മഴവിൽ കൊടിവാനിൽ ചേരുമ്പോൾ സ്വയമേ മറന്നു നിന്നിൽ ചേരും ഈശോയേ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ. ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ. നവ്യഭോജ്യമായ നാവിൽ വാ പൊന്നീശോയേ.